സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അനീഫ്ക പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പോൺസർ ആരാണോ അവരുമായിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ ഓൾ ഓഫ് യു വെരി ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രൊജക്റ്റ്, എംപവർ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കൊക്കെ അറിയാം, കോയിൻഫോർജ് എന്ന് പറയുന്ന പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ചെയ്യുന്ന ഡിജിറ്റൽ ബിസിനസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന സ്പോൺസർ, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നിങ്ങളോട് സവിനയം പറഞ്ഞു തന്നിരിക്കുന്ന, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ലഭിക്കും, നിങ്ങളെ കുടുംബം സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്പോൺസറിന്റെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് വന്നത്. സത്യത്തിൽ നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ വന്നത് എന്തിനാണ് എന്ന് നിങ്ങളോട് തന്നെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമുള്ളതാണ്, അല്ലേ? ഞാൻ എന്തിനാണ് ഈ ഒരു ബിസിനസ് ചെയ്തത്, ഈ ഒരു 2025 ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതിലൂടെ കിട്ടുന്ന വരുമാനം എടുത്തിട്ട് നാളെ എന്തെങ്കിലും ഉപകരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലെയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുവാനോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഇൻകം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാവാം. സോ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, കാര്യങ്ങൾ ബോധ്യപ്പെടും. സോ ഇന്നത്തെ ഒരു സെക്ഷന്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ ഇന്ന് ഈ ഒരു നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ 2025 കാലഘട്ടത്തിൽ നമ്മൾ ഈ കോയിൻഫോർജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ്. ഇന്റർനെറ്റ്, ബിൽഗേറ്റ്സ് പറഞ്ഞ പോലെ ഇന്റർനെറ്റ്, നിങ്ങളുടെ ബിസിനസ്സിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ഔട്ട്ഡേറ്റഡ് ആവും. നിങ്ങളെ ഈ ഭൂലോകത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് പോകും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മളെ ട്രഡീഷണൽ ബിസിനസ്. ട്രഡീഷണൽ ബിസിനസിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്തുകൊണ്ടും അതിന് മുന്നേ ഉള്ള നമ്മൾ നടന്നു വന്നിരിക്കുന്ന വഴികൾ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സോ, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആയിട്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു കച്ചവടം തുടങ്ങിയിട്ടോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ബിസിനസ്സുകൾ ചെയ്തു വന്ന ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾക്ക് ഉണ്ടാവാം. പക്ഷെ ഇന്ന് നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന, ചെറിയ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം അവനും ചെയ്യുന്നത് ബിസിനസ് തന്നെയാണ്. ഇന്ന് അവൻ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഒരു മാസം കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾ ആ ബിസിനസ്സിന് എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് എന്നും, ആ ബിസിനസ് നാളെ നിങ്ങൾ എവിടെയാണോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ബിസിനസ് സെന്റർ അവിടെ അതുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാനും അറിയാനും മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താണ്, അത് ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന കാലഘട്ടത്തിൽ ട്രഡീഷണൽ ബിസിനസ്സിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യാതെ ബിസിനസ് ചെയ്യുന്നതിന്റെ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അത് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? സോ ഇന്ന് ചെറിയ സ്കെയിലിൽ നിന്ന് മാറി ഇന്ന് ബിഗ് സ്കെയിലിലേക്കാണ് ഓരോ ബിസിനസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, ആദ്യം ഒരു നോർമൽ ഗ്രോസറി ആണെങ്കിൽ, പിന്നെ അതൊരു സൂപ്പർ മാർക്കറ്റായി, പിന്നെ അത് ഹൈപ്പർ മാർക്കറ്റായി, ഇന്നത് ഇ കൊമേഴ്സ് സിസ്റ്റത്തിലേക്ക്, അല്ലെ, ഓൺലൈൻ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്തു, മാറി. ഒരു 5 വർഷം മുന്നേ സാധാരണക്കായ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് അതേ ആൾക്കാർ വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഫുഡ് വരെ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 വർഷം ബാക്ക്കൊണ്ട് നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിനെ പോലെ ആയിരിക്കാം. നേരെ മറിച്ച് ആ ബിസിനസ് ബിഗ് സ്കെയിലിലേക്ക് ആക്കിയിട്ടോ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ഓൺലൈൻ ബിസിനസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ നിങ്ങൾ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ ബിസിനസ് വലിയൊരു സ്കെയിലിലേക്ക് പോകും, അല്ലെ? ഇന്ന് ഓൺലൈനിൽ കൂടെ ഫുഡ് ആയിരിക്കട്ടെ, എന്ത് പറയുന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സ്വന്തം അമ്മയോ അച്ഛനോ അല്ലാതെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നു, ഓൺലൈനിലേക്ക് കൂടി വാങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതേ ഇ കൊമേഴ്സ് സിസ്റ്റം ഇന്ന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടല്ല, അല്ലെ? ഗൂഗിൾ പേ ഉണ്ടോ, അല്ലെങ്കിൽ ഫോൺ പേ ഉണ്ടോ, അല്ലെ? ബാങ്കിങ് ട്രാൻസ്ഫർ പോലും യൂസ് ചെയ്യുന്നില്ല. ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ സെക്കൻഡറി ആണ്. ഇപ്പൊ ഒരാൾ ഒരു പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അവിടെ ചോദിക്കുന്ന ചോദ്യം ഗൂഗിൾ പേ ഉണ്ടോ എന്നുള്ളതാണ്, അല്ലെ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ആൻസർ ഉണ്ടാകുമ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി അവർ ചോദിക്കും, ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇ കൊമേഴ്സ് സിസ്റ്റത്തിന്റെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്റർനെറ്റ് വളർന്നു വെബ് 3 എന്ന് പറഞ്ഞ ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വെബ് 3 ടെക്നോളജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടോക്കണൈസേഷന്റെ ബൈബാക്ക് ആയിട്ട് ഒരു ടോക്കൺ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ബിസിനസ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വെബ് 3 ടെക്നോളജിയിൽ കണക്ട് ചെയ്യുന്ന എല്ലാ ഇന്റർനെറ്റ് മേഖലയിൽ കണക്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സും തീർച്ചയായിട്ടും വെബ് 3 ടെക്നോളജിയിൽ കണക്ട് ചെയ്യും. ആ വെബ് 3 ടെക്നോളജിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് ഡിജിറ്റൽ കറൻസി, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ്, അല്ലെങ്കിൽ ഡോളർ എന്നുള്ള ഏതൊരു അപരനാമത്തിൽ നിങ്ങൾക്ക് അറിയപ്പെടാൻ വേണ്ടി സാധിക്കും.
ഒരു 5 വർഷം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നത് പോലെ, ഇന്ന് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് പോലെ നാളെ ഡിജിറ്റൽ റുപ്പീസ്, ഇ റുപ്പീസ് അല്ലെങ്കിൽ ഡോളേഴ്സ് സാധാരണക്കാരായ വ്യക്തികൾ പോലും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുമെന്നുള്ള യാതൊരു സംശയമില്ല. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന കോയിൻ ഫോർജ് എന്ന് പറയുന്ന ബിസിനസ്സും ഈ ഡിജിറ്റൽ മേഖലയിൽ ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ, ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതും ഒരു വ്യക്തിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഇന്റർനെറ്റ് തന്നെ, ഇന്റർനെറ്റിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കുന്ന ടെക്നോളജി, വെബ് 3 ടെക്നോളജി കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് കോയിൻ ഫോർജ്. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഈ കോയിൻ ഫോർജിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ കറൻസികളാണ്, ഐ മീൻ ക്രിപ്റ്റോ കറൻസി. ഈ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ഈ ബിസിനസ് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ക്രിപ്റ്റോ കറൻസിനെ ആര് കൺട്രോൾ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രൊജക്ടിന്റെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാം, അല്ലെ? ഞാൻ ഓൾറെഡി പറഞ്ഞു, വെബ് 3 ടെക്നോളജിയിൽ കൺട്രോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഇന്റർനെറ്റിന്റെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് വെബ് 3 കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയിനിലെ ഏത് തരത്തിലുള്ള ബ്ലോക്ക് ചെയിൻ ആണോ ആ ബ്ലോക്ക് ചെയിൻ ആനുപാതികമായിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യും. ഈ ക്രിപ്റ്റോ കറൻസി നിലവിൽ പറയുകയാണെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ അനീഫ് ഖാന്റെ പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ 500 രൂപ ഉണ്ടാവാം. നേരെ മറിച്ച് അനീഫ് ഖാന്റെ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം $500 ഉണ്ടാവാം, അല്ലെ? ഇത് രണ്ടിനും എന്താണ് വാല്യൂ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ അനീഫ് ഖാക്ക് ആ 500 രൂപ ക്യാഷ് ആക്കി മാറ്റിയത് എവിടെയാണ്? പേഴ്സിലാണ് വെക്കുന്നതെങ്കിൽ ക്രിപ്റ്റോ കറൻസി എപ്പോഴും വെക്കുന്നത് ഡിജിറ്റൽ വാലറ്റുകളിലാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ വാലറ്റുകളെ കൺട്രോൾ ചെയ്യുന്നതും ബ്ലോക്ക് ചെയിൻ ടെക്നോളജികളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ക്രിപ്റ്റോ കറൻസി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. ആ ക്രിപ്റ്റോ കറൻസിന്റെ സെക്യൂരിറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ആ ക്രിപ്റ്റോ കറൻസി നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. സോ ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ലെഡ്ജർ ആണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ റെക്കോർഡ് ആണ് ഏത്, ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിൽ അല്ലെങ്കിൽ സെർവേഴ്സിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യുക. സെർവർ ഫാമുകൾ എന്ന് പറയും. ആ സെർവേഴ്സിൽ ഡിഫറെന്റ് സെർവറുകളിൽ ഒരു ഡാറ്റ എല്ലാ സെർവറുകളെയും എന്തുണ്ട്, അലോക്കേഷൻ ആയിട്ട് ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ ലെഡ്ജർ ആണ് ഏത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ ടെക്നോളജി ബേസ്ഡ് ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. സോ ഡീസെൻട്രലൈസ് എന്നുള്ള ഒരു ടോപ്പിക് നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടാവും. ഡീസെൻട്രലൈസ് മീൻസ് സെൻട്രലൈസ് അതോറിറ്റികൾ കൺട്രോൾ ചെയ്യാത്ത ഒരു സിസ്റ്റമാറ്റിക് കോൺട്രാക്റ്റുകൾ, മീൻസ് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഡീസെൻട്രലൈസേഷൻ. ഈ ഡീസെൻട്രലൈസേഷന്റെ പ്രത്യേകത എന്താണ്? വൺസ് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഒരു കോഡിംഗ് ക്രിയേറ്റ് ചെയ്ത് അത് ഇന്റർനെറ്റിന്റെ ടെക്നോളജി ആയിരിക്കുന്ന ബ്ലോക്ക് ചെയിനിലേക്ക് ലോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും എന്താണ് ആ കോഡിംഗിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എന്താണ് ഡീസെൻട്രലൈസ് വൽക്കരിച്ച് വെച്ചിരിക്കുന്നത്, ആ ഒരു മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യും, അവിടെ പേ ഔട്ട് ആയിരിക്കട്ടെ അല്ലെങ്കിൽ ആ സിസ്റ്റം ആയിരിക്കട്ടെ ആ രീതിയിൽ തന്നെ റൺ ചെയ്യും എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയിനെ സംബന്ധിച്ചോളം 4 ടൈപ്പ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അവിടെ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ കൂടി, മീൻസ് രണ്ടും കൂടി പെയർ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കോയിൻ ഫോർജ് യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പോളിഗൺ എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ. വേൾഡിലെ ടോപ്പസ്റ്റ് ക്രിപ്റ്റോ കറൻസി ആയിരിക്കുന്ന ബിറ്റ്കോയിനെ കഴിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന ഇതേറിയം കറൻസിയുടെ സെക്കൻഡ് ലെയർ ആയിരിക്കുന്ന പോളിഗൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ പ്രൊജക്ട് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്താണ് എന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കോയിൻ ഫോർജ് എന്തിനാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇതിന്റെ ക്രിയേറ്റർക്ക് ഒരൊറ്റ ഒരു മോട്ടീവ് മാത്രമേ ഉള്ളൂ. 100 ക്രിപ്റ്റോ കറൻസി അല്ല, 100 കോടി ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുവാൻ, ആ ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിക്ക് 100% ഇതിലൂടെ വരുമാനങ്ങൾ ഉണ്ടാക്കുവാൻ. എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക? ആക്ച്വലി കമ്മ്യൂണിറ്റിയാണ് ഏതൊരു ബിസിനസ്സിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? നമ്മൾ സാധാരണ രീതിയിൽ ഒരു മാർക്കറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ആളെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, അല്ലെ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ബിസിനസ്സിനും എന്ത് വേണം? കസ്റ്റമർ വേണം. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ്, യൂസഫ് അലി സാർ ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവർ കമ്മ്യൂണിറ്റിയാണ്. സ്ഥിരമായിട്ട് ആ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കാർഡുകളില്ല, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾക്കറിയാം ഓരോ ഹൈപ്പർ മാർക്കറ്റിലും നിങ്ങളെ കോൺടാക്ട് നമ്പർ ചോദിക്കും. എന്തിനാണ്? നിങ്ങൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങി നിങ്ങൾക്ക് പോയിന്റ് കിട്ടുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടുന്ന് എക്സ്ട്രാ സാധനങ്ങൾ കളക്ട് ചെയ്യാനും പറ്റുന്ന ഒരു അവസരത്തിൽ എന്ത് ചെയ്യുക, അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഏതൊരു ബിസിനസ്സും, ഒരു ഡീസെൻട്രലൈസ്ഡ് ബിസിനസ് ആയിരിക്കട്ടെ, ഒരു ക്രിപ്റ്റോ ഏർണിംഗ് ബിസിനസ് ആയിരിക്കട്ടെ, അതിന് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവണം.
ആ കമ്മ്യൂണിറ്റിയാണ് ആ ഒരു പ്രൊജക്ടിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇവിടെ റൺ ചെയ്യുന്നത് വേൾഡിലെ ടോപ്പസ്റ്റ് ബ്ലോക്ക് ചെയിൻ ആയിരിക്കുന്ന പോളിഗൺ ബ്ലോക്ക് ചെയിനാണ് ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് USDT ഡോളറാണ്. USDT എന്ന് പറയുന്നത് US ഡോളറിന് ഇക്വലന്റ് ആയിട്ട് ടെതറിലൂടെ കണക്ട് ചെയ്തിരിക്കും, ടെതർ നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോളറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഇക്വലന്റ് വാല്യൂ US ഡോളറിന് കണക്കായിട്ടാണ്. അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരു 500 രൂപയുള്ള വ്യക്തിക്ക് അവിടെ എന്ത് ചെയ്യാം, US ഡോളർ വാങ്ങാം. അവിടെ നിങ്ങൾ സാധാരണ പേഴ്സിലല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കുക, ഡിജിറ്റൽ വാലറ്റിലാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ ഈ ഒരു കോയിൻ ഫോർജിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ്. ഒരു വ്യക്തിനോടും നിങ്ങൾ എന്ത് ചോദിക്കേണ്ട, നിങ്ങളുടെ സ്പോൺസറിനോട് പോലും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല എന്റെ പൈസ എവിടെ, എനിക്ക് കിട്ടിയ വരുമാനം എവിടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇതൊരു ഡീസെൻട്രലൈസ് വൽക്കരിച്ചുകൊണ്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന് പേ ഔട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ വാലറ്റിലേക്ക് വരുമെന്നുള്ളതാണ്. കൂടാതെ ഗ്ലോബൽ ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഈ വേൾഡിൽ എവിടെ ഇരുന്നുകൊണ്ടും ഈ ഒരു പ്രൊജക്ടിനെ ആക്സസ് ചെയ്യാനും ഈ വേൾഡിൽ ആർക്കും ആണെങ്കിൽ ഈ ഒരു ബിസിനസ്സിനെ കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളെ ഡീസെൻട്രലൈസ് ലിങ്ക് കൊടുത്തുകൊണ്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനങ്ങൾ നേടാം. അവർക്ക് ഇതിന്റെ ക്രിപ്റ്റോ കറൻസി ആക്ച്വലി ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 100 കോടി ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതും കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇവിടെ 100 കോടി ക്രിപ്റ്റോ കറൻസി ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ആക്ച്വലി ഇവിടെയുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ടോക്കൺ എന്ന് പറയുന്ന ആ ടോക്കണാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിലൂടെ ഈ ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെവലപ്പർ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വരുമാനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ റൂട്ട് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എന്ത് യാതൊരു മാറ്റത്തിരുത്തലും ഉണ്ടാകാറുണ്ട്. സോ നമുക്ക് ഇവിടെ 100% എന്ത് ചെയ്ത് ഡീസെൻട്രലൈസ് ആണെന്ന് പറയാം. കൂടാതെ ഇവിടെ പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്ക്രിയ വരുമാനം എന്ന് പച്ച മലയാളത്തിൽ പറയും അല്ലെ. ഇല്ലെങ്കിൽ ഒരു പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും ഇതിന്റെ ഒരു ഷെയർ കിട്ടുന്ന വ്യക്തിയായി മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. കൂടാതെ സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. ഇതൊരു ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കാണുവാനും മനസ്സിലാക്കുവാനും എന്നെങ്കിൽ കാണുവാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ അതിനെ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്റെ ബ്ലോക്ക് ചെയിനിൽ എനിക്ക് കാണാൻ പറ്റുന്നത് പോലെ എന്റെ ഡാറ്റ ഡീറ്റെയിൽസ്, എന്റെ ഒരു വാലറ്റ് അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്റെ ഡിജിറ്റൽ വാലറ്റിന്റെ അഡ്രസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ എംപവറിലുള്ള ഏത് കമ്മ്യൂണിറ്റിക്കും ആർക്കും ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം, അതിന്റെ ഡാറ്റ കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. കൂടാതെ ഈ ഒരു പ്രൊജക്ടിനെ വിശ്വസിക്കുന്ന ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിക്ക് 2026 എന്ന് പറഞ്ഞ ഒരു വർഷത്തിൽ റോയൽറ്റി ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, വ്യക്തമായി മനസ്സിലാക്കാം. സോ ഏതൊരു പ്രൊജക്ടിനും ഒരു റൂട്ട് ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഒരു ചെന്നൈയിലേക്ക് പോകുന്നത് നമുക്കൊരു വഴി ഉണ്ടാവും, ഒരു വേ ഉണ്ടാവും. ആ വേ ഏതിനുണ്ട്, കോയിൻ ഫോർജിനുണ്ട്. കോയിൻ ഫോർജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2025 മാർച്ച് 13 അവിടെ ഫസ്റ്റ് കിക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഡേ അത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിന്റെ കറൻസികൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് ഫോർജറൈസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അത് ടോട്ടലി 9 കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ 9 ഡിസൈൻ ലെവലിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ 6 ഇപ്പോൾ ഓൾറെഡി എന്താണ് പ്രീ ലോഞ്ചോടുകൂടി ഒരു 6 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കാം. ഇനി അങ്ങോട്ടേക്ക് വരുന്നത് Q3 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. Q3 മീൻസ് ഒരു വർഷത്തെ 4 ക്വാർട്ടർ ആയിട്ടാണ് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക. അവിടെ പറയുകയാണെങ്കിൽ Q1 എന്ന് പറയുന്നത് ഒരു 3 മാസം ഗ്യാപ്പിലാണ്, Q2 എന്ന് പറയുന്നത് അടുത്ത 3 മാസം, അങ്ങനെ എന്ത് ചെയ്യും, ഒരു വർഷത്തിന് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യുന്നു, വരും മാസങ്ങളിൽ അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. 7, 8, 9 കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യും, അതിന്റെ ബാക്കെൻഡിൽ വരും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മൈനിങ് ആണ്. ഓൾറെഡി മൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കറൻസികളെ മൈനിങ് സപ്ലൈയിലൂടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിന്റെ ക്രിപ്റ്റോ കറൻസി സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് മൈനിങ്. ഇതിനെ കുറിച്ചുള്ള സെക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്തായാലും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു സെക്ഷൻ നമുക്ക് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ കോയിനുകൾ നമ്മൾക്ക് കിട്ടുന്ന ടോക്കണുകൾ നമുക്ക് ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് എയർ ഡ്രോപ്പ്. സാധാരണ ഏതൊരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താണ് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു 100 കോടി ക്രിപ്റ്റോ കറൻസിയാണ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ബിറ്റ്കോയിൻ യൂസ് ചെയ്യുന്നെങ്കിൽ, ആ ഡെവലപ്പർ അത് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തത്. ആ സമയത്ത് ഇന്റർനെറ്റ് വലിയ രീതിയിൽ വ്യാപിച്ചിട്ടില്ല എങ്കിലും 2005 മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ് ജനങ്ങളിലേക്ക് എത്തിയത് എങ്കിലും 2008 സമയത്ത് ബിറ്റ്കോയിൻ വന്ന സമയത്ത് അന്ന് അത് കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വേ എന്ന് പറയുന്നത് എന്താണ്, എയർ ഡ്രോപ്പ് ആണ്. ഒരു 100 ക്രിപ്റ്റോ മാർക്കറ്റ് ചെയ്യണം അല്ലെങ്കിൽ 100 ക്രിപ്റ്റോ ജനങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ കറൻസി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടൂൾ എന്താണ്, എയർ ഡ്രോപ്പ് ആണ്. പിന്നീട് ഫ്രീ ആയിട്ട് ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് അതിലൂടെയും കിട്ടുന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കോയിൻ ലിസ്റ്റിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കോയിൻ എവിടെ ലിസ്റ്റ് ചെയ്യണം,
പബ്ലിക്കിൽ ജനങ്ങളിലേക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാത്ത അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, കോയിൻ ലിസ്റ്റ് എത്തണം, കോയിൻ പബ്ലിക്കിലേക്ക് എത്തണം. ഇപ്പോൾ നമ്മൾക്ക് കമ്മ്യൂണിറ്റിയുടെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന്റെ കോയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുക എങ്കിൽ നാളെ ഈ കറൻസി മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യും. കൂടാതെ ഈ ഒരു പ്രൊജക്ടിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ റോയൽറ്റി ഇൻകം അത് 2026 Q1 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ എന്ത് ചെയ്യും, അത് സ്റ്റാർട്ട് ചെയ്യും. അതിന് എലിജിബിൾ ആയ പേഴ്സൺസിന് എന്ത് ചെയ്യും, അതിന്റെ വരുമാനം കിട്ടും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് സ്ലൈഡോടെ മനസ്സിലാവും. സോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന റോയൽറ്റി നിങ്ങൾക്ക് NFT രൂപത്തിലാണ് കിട്ടുക. ആ NFT മാർക്കറ്റ് പ്രൈസിലൂടെ നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങുവാനും ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്രിപ്റ്റോ മാർക്കറ്റിലൂടെ ക്രിപ്റ്റോ കറൻസി വാങ്ങാനും പറ്റുന്നത് പോലെ നാളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റോയൽറ്റിനെ വിൽക്കാനും വാങ്ങാനും പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, ഇതിന്റെ പ്രൊജക്ട് വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോളിഗൺ എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്തതുപോലെ നാളെ ഇതിന്റെ ഓൺ ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്ത് പബ്ലിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്യുകയും ആ ബ്ലോക്ക് ചെയിനിലേക്ക് ആ പ്രൊജക്റ്റിലേക്ക് ഗെയിമിംഗ് പ്രോഗ്രാമുകൾ പോലെയുള്ള പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത് ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയും ആ ക്രിപ്റ്റോ കറൻസി നാളെ മാർക്കറ്റിൽ വലിയൊരു ഡിമാൻഡ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ പറഞ്ഞു ഫോർജ് റൈസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത 100% റഫറൽ ഏർണിംഗ് പ്രോഗ്രാമാണ്. ഇവിടെ നിങ്ങൾക്ക് 100% ഇതിലൂടെ എന്ത് ചെയ്യാം, ഏർണിങ്സ് ഉണ്ടാക്കാം. അത് പാസീവ് ഇൻകം ഉണ്ടാക്കാം, ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഫോർജ് റൈസ് എന്ന് പറയുന്ന റഫറൽ ഏർണിംഗ് പ്രോഗ്രാം. ഇവിടെ 2 തരത്തിലുള്ള മെട്രിക്സിലാണ് ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് എന്നുള്ളതാണ്. ഇവിടെ 2 തരത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് 5 ജനറേഷൻ മെട്രിക്സ് എന്ന് പറയും, 2 ഗ്ലോബൽ ഷെയർ മെട്രിക്സ് എന്ന് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ജനറേഷൻ മെട്രിക്സ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 40% റഫറൽ ഏർണിങ്സും ലെവലിംഗും 5 ലെവലിൽ നിന്ന് 5 കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ 5 പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന നമ്മുടെ ലിങ്ക് യൂസ് ചെയ്ത് വന്നിരിക്കുന്നവരായിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസറിന്റെ ലിങ്ക് യൂസ് ചെയ്ത് വന്നവരായിരിക്കട്ടെ, നമ്മുടെ നെറ്റ്വർക്കിൽ എവിടെയാണോ അവർ കണക്ട് ആയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, 5 ലെവലിൽ നിന്ന് 8% വരുമാനം കിട്ടുമെന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ അനീഫ് സാറെയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ലിങ്ക് കൊടുത്ത് ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ വാങ്ങി വെക്കാൻ അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹം ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ക്രിപ്റ്റോ അസറ്റ് വാങ്ങി വെക്കുന്ന സമയത്ത് തന്നെ ഇവിടെ 5 ജെൻ മെട്രിക്സും അതേപോലെ ഗ്ലോബൽ ഷെയർ മെട്രിക്സും കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഇതിന്റെ ഡെവലപ്പർ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹം ഇതിന്റെ കോയിൻ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്ച്വൽ വാല്യൂ ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ അദ്ദേഹം ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ പാരിതോഷികമായി കിട്ടുന്ന ഒരു വരുമാനമാണ് 5 ജനറേഷൻ മെട്രിക്സും ഗ്ലോബൽ ഷെയർ മെട്രിക്സും. അവിടെ റെഫർ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ഇല്ലെങ്കിൽ എന്റെ ലിങ്ക് യൂസ് ചെയ്ത് അനീഫ് സാർ വരുന്ന സമയത്തോടു കൂടി എനിക്ക് 40% 5 ജനറൽ മെട്രിക്സിലൂടെ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. 8% 5 ലെവലിൽ നിന്ന് 5 പാർട്ട്നേഴ്സിൽ നിന്ന് 5 ലെവലിലൂടെ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏൺ ചെയ്താൽ തന്നെ 3905 നെറ്റ്വർക്ക് അല്ലെങ്കിൽ 3905 പാർട്ട്നേഴ്സിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏകദേശം 1,60,00,000 മേലെ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എവിടെയുണ്ട്, ഈ ഒരു കോയിൻ ഫോർജിന്റെ 5 ജെൻ മെട്രിക്സിലൂടെ ഉണ്ട്. കൂടാതെ ഇവിടെ 20% ഇതിന്റെ റോയൽറ്റി ഫണ്ടിലേക്കും പ്രൊഡക്റ്റ് ഫണ്ടിലേക്കും എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് ഓട്ടോമാറ്റിക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്. അതൊരിക്കലും നോർമലി മാറ്റുന്നതല്ല, അത് ഓട്ടോമാറ്റിക് ആ സിസ്റ്റത്തിലൂടെ റൺ ചെയ്യുന്നതാണ്. അത് നാളെ ബൈബാക്ക് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. അതിന് ക്രൈറ്റീരിയ മാച്ചിങ് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഗ്ലോബൽ ഷെയർ റഫറൽ ഏർണിങ്സ് അവിടെ 40%. കൂടാതെ ഗ്ലോബൽ ഷെയർ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എവിടുന്ന് ഈ വേൾഡിൽ നിന്ന് എവിടുന്ന് ഒരു എൻട്രി വന്നു കഴിഞ്ഞാലും ആരാണോ ആ എൻട്രി വരുന്നതിന് മുന്നേ ആ കമ്മ്യൂണിറ്റിയിലുള്ളത് അത് മുതൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നവർക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു ഷെയർ ഇൻകം പോലെ 40% ഷെയർ ഇൻകം എന്ത് ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് ആവും. അതിൽ നിന്ന് ഒരു ഷെയർ എന്ത് ചെയ്യും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും കിട്ടും എന്നുള്ളതാണ്. ഇതിന് ഒരു കണ്ടീഷനുമില്ല, അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഏൺ ചെയ്യാം. കൂടാതെ 20% റഫർ റോയൽറ്റി പൂളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 ജെൻ മെട്രിക്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എത്ര ലെവലിൽ 5 ജെൻ മെട്രിക്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, അത്രയും നമുക്ക് എന്ത് ചെയ്യാം അതിലൂടെ ഏർണിങ്സ് എടുക്കാം. ഇനി അതല്ല നമ്മൾക്ക് ലെവൽസ് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഏർണിങ്സ് ലഭിക്കുന്ന വ്യക്തികളാവണമെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല പാസീവ് ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തി ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോയിൻ ഫോർജിന്റെ ഷെയർ ഇൻകം കിട്ടുന്ന വ്യക്തികളാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈവ് ആയിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകളെ അല്ലെങ്കിൽ ആ ലെവലുകളെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി പ്രകാരം ആ ഔട്ട്ലെറ്റ് നമ്മൾ വാങ്ങുക എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ 9 ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അതിൽ 6 ഔട്ട്ലെറ്റുകളാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. 3 ഔട്ട്ലെറ്റുകൾ ബാക്ക് എൻഡിൽ ഓപ്പൺ ആവാനുള്ളതാണ്. ഈ 6 ഔട്ട്ലെറ്റിന്റെയും പ്രത്യേകത 6നും 6 വരുമാന സ്രോതസ്സാണ്. അതിലൂടെ അത്ര എമൗണ്ടിന്റെ ബിസിനസ് മാത്രമേ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അനീഫ് സാറ് എന്റെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഇതിലേക്ക് $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ഔട്ട്ലെറ്റ് അദ്ദേഹത്തിന് ബൈ ചെയ്യുവാനും അതിന്റെ ഓണർഷിപ്പ് കിട്ടുകയും ആ ഒന്നാമത്തെ ഔട്ട്ലെറ്റിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഇദ്ദേഹം ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ
അദ്ദേഹത്തിന് $50 40%, ഐ മീൻ $20 എന്ത് ചെയ്യും ഡയറക്റ്റ് അദ്ദേഹത്തിന് ഇൻകം കിട്ടുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ്. കൂടാതെ ഇവിടെ 5Gen മെട്രിക്സിലൂടെ റൺ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് ലഭിക്കും? 8%, 4500 രൂപ അല്ലെങ്കിൽ $50 8% എന്ന് പറയുന്നത് $4 അദ്ദേഹത്തിന് എന്ത് കിട്ടും? കമ്മ്യൂണിറ്റി ഇൻകം കിട്ടും. എന്റെ നെറ്റ്വർക്കിൽ വന്ന് കണക്ട് ആയതിന്റെ ഭാഗമായിട്ട് അതിലൂടെ വന്ന് കണക്ട് ആവുന്ന എല്ലാ നെറ്റ്വർക്കിലൂടെയും അല്ലെങ്കിൽ എല്ലാ പേഴ്സൺസ് സ്മാർട്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. നേരെ മറിച്ച് അദ്ദേഹം ലെവൽ 2 എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് അദ്ദേഹം ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ $100 ബിസിനസ് അദ്ദേഹത്തിന് അതിലൂടെ ചെയ്യാം. ആ $100 ഇൻവെസ്റ്റ്മെന്റ് വരികയും അതിലൂടെ ഒരു ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ കോയിൻ ബൈ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവുകയും അതിന്റെ വാല്യൂ 40% ഈ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ ഇദ്ദേഹത്തിന് തന്നെ അല്ലെങ്കിൽ ആരുടെ ലിങ്കാണ് യൂസ് ചെയ്തു വന്ന അദ്ദേഹത്തിന് തന്നെ കിട്ടുന്ന രീതിയിലേക്കാണ് ഈ ഒരു പ്രൊജക്ടിന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രത്യേകത കാണുകയാണെങ്കിൽ ലെവൽ 1ഉം ലെവൽ 2ഉം ലെവൽ 4ഉം ലെവൽ 5ഉം ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ലെവൽ 3ഉം ലെവൽ 6ന്റെയും പ്രത്യേകത എന്താണ്? അവിടെ ആ ഒരു മെത്തേഡിലാണ് ഗ്ലോബൽ ഷെയർ മെത്തേഡിലാണ് അവിടെ റൺ ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 40% ഡയറക്റ്റ് റെഫർ ലിങ്കോ ബാക്കി 40% ഓൾ ഓവർ കമ്മ്യൂണിറ്റിയിലേക്ക് എത്ര ആൾക്കാർ ലൈവ് ആയിട്ടുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന രീതിയിലാണ് ആ ഒരു കോൺട്രാക്ടിനെ ക്രിയേറ്റ് ചെയ്തത്. അതേ സെയിം മെത്തേഡിലാണ് ലെവൽ 6നെ ഇവിടെ ആക്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തി വിചാരിക്കും, ഞാൻ ഈ ലെവലുകൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്താണ് ഇതിൽ ബെനിഫിറ്റ്? ആ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല ആ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിനെ പ്രൊമോഷൻ ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തിനെ സംബന്ധിച്ചോളം ഇതിലൂടെ വരുമാനം നേടാൻ വേണ്ടി പറ്റുന്ന ഒരു വഴി അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് വരുമാനം കിട്ടുന്നു എന്ന് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യില്ല അദ്ദേഹം നിങ്ങളോട് അസോസിയേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യലോടുകൂടി ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു $1050 ആണെങ്കിൽ എനിക്ക് $1050 ഇക്വലന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രൊജക്റ്റിന് 100 കോടി ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് 20 കോടി ഫ്രീ ആയിട്ട് ക്രിപ്റ്റോ കറൻസി കൊടുക്കുന്ന അതിൽ നിന്ന് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് അതിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്ത് ചെയ്യാം ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് $1050 ആണെങ്കിൽ ഇപ്പൊ ലൈവ് ആയിരിക്കുന്ന 6 സ്മാർട്ട് കോൺട്രാക്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 + 100 + 150 കാൽക്കുലേഷൻ ടോട്ടലായി പറയുകയാണെങ്കിൽ $1050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ്, ഐ മീൻ 96,000 രൂപ ഇന്ത്യൻ മണി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്ടിന്റെ 6 ഔട്ട്ലെറ്റുകൾ നിങ്ങൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 6 ഔട്ട്ലെറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഓൺ എനർജി ടോക്കൺ ആണ്. ഐ മീൻ ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിലൂടെ ലഭിക്കും. 1:1 എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് കിട്ടുന്നത്. അത് 1050 ടോക്കൺ നിങ്ങൾക്ക് ആദ്യം കിട്ടി. കൂടാതെ നിങ്ങളെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആരുണ്ടോ അദ്ദേഹത്തിനും സെയിം ക്രിപ്റ്റോ ടോക്കൺ ഇതിലൂടെ കിട്ടും. അതുകൂടാതെ നിങ്ങളെ ലിങ്ക് യൂസ് ചെയ്ത് വന്നതിന്റെ ഭാഗമായിട്ട് 1:1 എന്ന രീതിയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 0.25:1 എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ 25% ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഈ പ്രോജക്റ്റിന്റെ ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അവിടെ ഏകദേശം പറയുകയാണെങ്കിൽ 262 ക്രിപ്റ്റോ ടോക്കൺ കിട്ടും. ഇപ്പോ അനീഫ് സാറ് ഒരു ലെവൽ 1 മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ 50 ടോക്കൺ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്പർ ഈ ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിലൂടെ 25% ക്രിപ്റ്റോ ടോക്കൺ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഏകദേശം 12.5 ക്രിപ്റ്റോ ടോക്കൺ എനിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതൊരിക്കലും അനീഫ് സാർക്ക് എന്ത് ചെയ്യാനില്ല സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ ഡെവലപ്പർക്ക് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എംപവറിന്റെ ലീഡേഴ്സ് വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള അപ്ലയൻസ് വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതോടെ സ്മാർട്ട് കോൺട്രാക്ട് ഡിജിറ്റൽ കോൺട്രാക്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോഡിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നതും അതും പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള പോളിഗണിൽ റൺ ചെയ്യുന്നതും ആയതുകൊണ്ട് തന്നെ 100% എന്താണോ ആക്ടിവിറ്റി അവിടെ നടക്കുന്നത്. ഇപ്പൊ അനീഫ് സാർ എന്താണ് ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഓൺ ദി സ്പോട്ട് അതിന്റെ 80% എന്ത് ചെയ്യും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ആകുമോ എന്നുള്ളതാണ്. ബാക്കി 20% എന്ത് ചെയ്യും ഇതിന്റെ റോയൽറ്റി ഫണ്ടിലേക്ക് മാറുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അവിടെ എന്ത് കിട്ടും 50 ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ചോളം കിട്ടും. അതിന്റെ ലിങ്ക് യൂസ് ചെയ്ത് ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം 25% ക്രിപ്റ്റോ ടോക്കൺ കിട്ടും. ഒന്നാമത്തെ ലെവലിൽ നിന്ന് 12.5 ക്രിപ്റ്റോ ടോക്കൺ കിട്ടും. രണ്ടാമത്തെ ലെവലിൽ നിന്ന് നേരെ മറിച്ച് 25 ക്രിപ്റ്റോ ടോക്കൺ കിട്ടും. മൂന്നാമത്തെ ലെവലിൽ നിന്ന് 37 ക്രിപ്റ്റോ ടോക്കൺ കിട്ടും. അങ്ങനെ ഡബിൾ ആയിട്ട് രീതിയിൽ എന്ത് ചെയ്യും ഓരോ ഔട്ട്ലെറ്റിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ അസറ്റുകൾ കിട്ടുമെന്നുള്ളതാണ്. ഈ അസറ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ അസറ്റ് നാളെ നമ്മൾക്ക് എന്ത് ഉണ്ടാക്കി തരും എന്നുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോ ഈ അസറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എയർ ഡ്രോപ്പിലൂടെ ഇതിന്റെ ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് ഏകദേശം 0.50 ഇന്ത്യൻ മണി ഏകദേശം 45 രൂപയിൽ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന്റെ വാല്യൂ നിങ്ങൾക്ക് ഒരു 50% റിട്ടേൺ ആയി എന്നുള്ളതാണ്. ആ സമയത്ത് ഈ ഒരു പ്രൊജക്റ്റിലേക്കാണ് ഈ കറൻസി കണക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാലം അല്ലെങ്കിൽ ഒരു വർഷം ഒരു 2 വർഷം നിങ്ങൾ ഈ ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു 10,000 ക്രിപ്റ്റോ ടോക്കൺ ഇതിലൂടെ കളക്ട് ചെയ്ത് വെച്ച വ്യക്തിയാണെങ്കിൽ
ഒരു ക്രിപ്റ്റോ കറൻസിക്ക് $1 ആയി വാല്യൂ ആയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നാളെ അത് $10,000 വാല്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മണി ഇപ്പോൾ ആവറേജ് 90 രൂപ കൂട്ടി കുണിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപ വന്നു എന്ന് നിങ്ങൾ കാൽക്കുലേറ്ററിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അടിച്ചു വന്നു. അപ്പം ഈ ഒരു പ്രൊജക്ടിന്റെ സാധ്യത എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ $1 ഈ കറൻസി നിൽക്കുക? അല്ല, ഈ കറൻസി വലിയ രീതിയിലേക്ക് ബൂമിങ് ചെയ്യും എന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾ കളക്ട് ചെയ്യുകയും നാളെ ഈ ക്രിപ്റ്റോ ടോക്കൺ 20 കോടിയിൽ മാക്സിമം കിട്ടുന്ന വ്യക്തികളായി മാറുകയും ആ ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എംപവറിലൂടെ നിങ്ങൾക്ക് നാളെ ഈ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ വേൾഡിൽ തന്നെ നല്ല രീതിയിൽ അസറ്റ് ഏൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടർഫുൾ കമ്മ്യൂണിറ്റിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞാനിപ്പോൾ അനീഫ് സാറോട് പറയുന്നു, ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ കറൻസി നിങ്ങൾ വാങ്ങി വെക്ക്. കൂടാതെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പ്രൊജക്ടിന്റെ 5 ജനറേഷൻ ഓട്ടോ പ്ലേസ്മെന്റിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 8% കമ്മീഷൻ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് 100% അതൊരു ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട്, അതും വെരിഫൈഡ് ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് 100% എന്റെ മനസ്സിൽ തട്ടി അനീഫ് സാറോട് പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾ ഇതിന്റെ ക്രിപ്റ്റോ കറൻസി വാങ്ങി വെക്ക്. കൂടാതെ എന്റെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ ലിങ്ക് യൂസ് ചെയ്ത് വന്നുകൊണ്ട് എന്റെ പാർട്ട്നേഴ്സായി വരുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അതിലൂടെ ഫ്രീ ആയിട്ട് ഇൻകം കിട്ടും. ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡി എന്ന് പറയുന്ന വ്യക്തി അനീഫ സാറാണ്. ABCD എന്ന് പറയുന്നതിൽ എന്റെ ലോ നെറ്റ്വർക്ക്, എന്റെ ഈ ബിസിനസ്സിൽ തീരെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത വ്യക്തി ഡി എന്ന് പറയുന്ന ഹനീഫ സാറാണ്. അദ്ദേഹം ഈ ഇൻവെസ്റ്റ്മെന്റിൽ എന്റെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് എന്നെ വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അദ്ദേഹം ഒരൊറ്റ റെഫറൽ മാത്രം ഇതിൽ വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലും അദ്ദേഹത്തിന് എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾ ഈ സിമ്പിൾ സിനാരിയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ 100% നിങ്ങൾ ആരാണോ ഈ പ്രൊജക്റ്റിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണോ അപ്രോച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്യുന്നതിൽ യാതൊരു സംശയമില്ല. കൂടാതെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ 8% എന്നെ വിശ്വസിക്കുന്ന 5 ആൾക്കാർക്കും അവരിലൂടെ വന്ന് കണക്ട് ചെയ്തിരിക്കുന്ന 25 ആൾക്കാർക്കും അവരിലൂടെ കണക്ട് എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യും? 5 നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ 5 പേഴ്സൺസ് ആണ് ഡയറക്റ്റ് വന്ന് കണക്ട് ആവുക. അതിനുശേഷം ആ കണക്ട് ആയ വ്യക്തികൾക്കാണ് എന്ത് ചെയ്യുക? അടുത്ത ആൾക്കാർ പോയിട്ട് കണക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അനീഫ സാറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് എന്ത് കിട്ടും? എന്നിലൂടെ ഓരോ ഇൻകം അല്ലെങ്കിൽ ഓരോ 8% അദ്ദേഹത്തിന് കണക്ട് ആവും. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം 5 റെഫറൻസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളതെങ്കിൽ 6ാമതൊരു റെഫർ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കലോട് കൂടി എന്റെ ലിങ്ക് യൂസ് ചെയ്ത് വന്ന വ്യക്തി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ ബൈ ചെയ്ത് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് 25% ക്രിപ്റ്റോ ടോക്കൺ എനിക്ക് ലഭിക്കുകയും ഈ പ്രൊജക്ടിന്റെ റെഫറൽ ഇൻകം എന്ന് പറയുന്ന 40% എനിക്ക് ലഭിക്കുകയും 8% ഒരു ഷെയർ 8% കമ്മീഷൻ 40% 8% കമ്മ്യൂണിറ്റി ഇൻകം എനിക്ക് ലഭിക്കുകയും കൂടാതെ എന്നെ വിശ്വസിച്ചു വന്നിരിക്കുന്ന അനീഫ സാറിന്റെ ഏറ്റവും ലോവസ്റ്റ് നെറ്റ്വർക്ക് അതായത് കൊണ്ട് തന്നെ എന്റെ പ്ലേസ്മെന്റ് 6ാമത് ഓട്ടോമാറ്റിക് ഇവിടെ എന്ത് ചെയ്യും? പ്രയോറിറ്റി ബേസിൽ എന്ന് പറയുന്ന വ്യക്തിക്കാണെങ്കിലും ഇവിടെ തീരെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ വന്നിരിക്കുന്ന വ്യക്തി അനീഫ സാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്കിലേക്കാണ് പോയി പ്ലേസ്മെന്റ് ആവുക. ഇവിടെ നിങ്ങൾക്ക് സിനാരിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കാം, ആദ്യത്തെ എന്ന് പറയുന്ന വ്യക്തിക്ക് 2 ആൾ പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. ബിക്ക് അതേപോലെ തന്നെ, സിക്ക് അതേപോലെ തന്നെ, ഡിക്ക് അതേപോലെ തന്നെ, ഇക്ക് കൂടുതലാണ്. അദ്ദേഹം നല്ല രീതിയിൽ ഇൻവോൾവ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ റെഫറൻസ് വന്ന് കൂടുതൽ ഏർണിങ്സ് ലഭിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ 7ാമതൊരു റെഫറൽ ഒരു 7ാമതൊരു വ്യക്തിയിലേക്കാണ് ഈ ഒരു ബിസിനസ്സിനെ ഷെയർ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതോടുകൂടി എന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ആദ്യത്തെ വ്യക്തി എ ആണെങ്കിൽ അദ്ദേഹത്തിന് പോയിട്ട് കണക്ട് ആവുകയും അതിലൂടെ കമ്മ്യൂണിറ്റി ഇൻകം ആയിരിക്കുന്ന 8% ഇൻകം 5 ജനറേഷൻ ഓട്ടോ പ്ലേസ്മെന്റിലൂടെ അദ്ദേഹത്തിന് എന്ത് കിട്ടും? 8% കമ്മീഷൻ ലഭിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അടുത്തോരോ റെഫറലുകൾ വരുന്ന സമയത്ത് പ്ലേസ്മെന്റ് അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികൾക്കും അവിടെ പോയിട്ട് കണക്ട് ആവുകയും എന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ആദ്യത്തെ 5 വ്യക്തികൾക്ക് എന്ത് ചെയ്യും? എന്നിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് 8% ഏർണിങ്സ് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 1,60,00,000 ഇതിലൂടെ വരുമാനം നേടാൻ പറ്റുന്ന ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികളായി മാറാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. സോ ഇങ്ങനെ എന്ത് ചെയ്യും? ഈ ഒരു പ്ലേസ്മെന്റ് അവിടെ കണക്ട് ആവുകയും അതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം നേടുന്ന ഒരു കമ്മ്യൂണിറ്റി ആയി മാറാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലൂടെ ഞാൻ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 8% കമ്മീഷൻ കിട്ടുന്ന വ്യക്തികളായി മാറണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതുപോലെ നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കോയിൻ ഫോർജറി ബിസിനസിന്റെ ഓൺ ടോക്കൺ സപ്ലൈ ചെയ്യുന്ന വ്യക്തികളായി മാറിയാൽ നിങ്ങൾക്ക് അവിടുന്ന് അൺലിമിറ്റഡ് ആയിട്ട് 40% ഏർണിങ്സ് ലഭിക്കുന്ന ഒരു ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ $1,050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായതെങ്കിൽ
ഞാൻ ചെയ്യുന്നത് എന്താണോ അതിന്റെ അതേ ഡ്യൂപ്ലിക്കേഷൻ ഔട്ട്ലെറ്റ് ആർക്കാണോ സപ്ലൈ ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്ത് കിട്ടും? അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ കിട്ടുകയും എന്നെ സംബന്ധിച്ചോളം 40% റഫറൽ ഏർണിംഗ്സ് ആയിരിക്കുന്ന $420 എന്ന് വെച്ചാൽ നമ്മളെ ഏകദേശം 39,000 രൂപ എനിക്ക് വരുമാനം കിട്ടുകയും കൂടാതെ എന്റെ നെറ്റ്വർക്കിൽ അദ്ദേഹം എന്റെ ശാഖയിലോ അല്ലെങ്കിൽ എന്റെ ഭാഗമായി വന്ന് കണക്ട് ആയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടും? 8% കമ്മീഷൻ കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും കാര്യമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ വരുമാനം ആഗ്രഹിച്ച് നിന്ന ആൾക്കാർക്കുള്ള ഒരു റോഡ് മാപ്പാണ് അല്ലെങ്കിൽ ഒരു സിനാരിയോ ആണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാസീവ് ഇൻകം മാത്രം പ്രതീക്ഷിച്ച് ഈ ഒരു ബിസിനസിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന നിങ്ങൾക്ക് അവിടെ കുറച്ചും അല്ലെങ്കിൽ ഇതെന്താണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ഗ്ലോബൽ ഷെയർ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ എനിക്ക് ചെറിയൊരു ഇൻകം മാത്രമേ ഇപ്പം കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഒരു ദിവസം പോയിന്റ് കുറച്ചേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ പരാതി പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാർ ഇതിന്റെ ബ്യൂട്ടിഫുൾ ഇൻകം ആയിട്ടുള്ള 25% ക്രിപ്റ്റോ ഏർണിങ്സ് ഇന്ന് വാങ്ങിക്കൂട്ടാതെ, ഇന്ന് വാങ്ങിയെടുക്കാതെ, ഇന്ന് വെറും തുച്ഛമായി കിട്ടുന്ന ഗ്ലോബൽ ഷെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസറിന്റെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിന്നുകൊണ്ട് 8% കമ്മീഷൻ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കിട്ടുന്ന വ്യക്തികളായി മാറി ചിന്തിക്കുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് 40% ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന റഫറൽ ഏർണിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് 25% ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഗ്ലോബൽ ഷെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് ബൈ ചെയ്ത വ്യക്തി ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. ആദ്യത്തെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ലെവലുകൾ ആക്ടിവേറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് ലെവലിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കടക്കാൻ വേണ്ടി സാധിക്കുക. ഇവിടെ ലെവൽ 1 എന്ന് പറയുന്ന കാറ്റഗറി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങളെ പാർട്ട്നേഴ്സ് വരികയാണെങ്കിൽ അവിടെ $50 40% കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. $50 8% കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് 25% ക്രിപ്റ്റോ ടോക്കൺ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതേ ലെവൽ തന്നെ ലെവൽ 2 നിന്നും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലോബൽ ഷെയർ കിട്ടുന്ന വ്യക്തികളാണ് എന്ത് ചെയ്യണം? ലെവൽ 3 ആണ്, മൂന്നാമത്തെ ലെവലാണ് എന്ത് ചെയ്യാന്ന് അവിടെ ഗ്ലോബൽ ഷെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ആ $150 40% എന്ന് പറയുന്നത് $60 ആണ്. ഈ $60 ഈ അനീഫ സാർ വന്ന് കണക്റ്റഡ് ആയെങ്കിൽ ആ ഒരു $150 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഈ $60 അല്ലെങ്കിൽ ഈ ഒരു $150 40% ഷെയറിൽ നിന്നും $60 ആണ്. ആ $60 ഒരു ഷെയർ അദ്ദേഹത്തിന് കിട്ടുന്ന വ്യക്തിയായിട്ട് അദ്ദേഹത്തിന് മാറാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന് 4ാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഗ്ലോബൽ ഷെയർ സ്റ്റാർട്ട് ചെയ്യുന്ന കോൺട്രാക്ട് ആണ് 6ാമത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഫ്രീ ആയിട്ട് ഇതിലൂടെ ഇൻവെസ്റ്റ്മെന്റ് വരുമാനം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതിലൂടെ വരുമാനമുണ്ട്. നമ്മൾ ഇതിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്പോൺസർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമ്മൾക്ക് എന്തുണ്ട്? 8% കമ്മീഷൻ ഉണ്ട്. കൂടാതെ ഈ വേൾഡിൽ നിന്ന് ആര് ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ കോയിൻ ഫോർജിന്റെ ഷെയർ കൊടുക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ എന്ത് ചെയ്യും? നമ്മൾക്ക് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന ഇൻകം ലഭിക്കുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ സംബന്ധിച്ചോളം 6ാമത്തെ ഒരു ലെവലിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വ്യക്തിനെ സംബന്ധിച്ചോളം അവിടെ $120 ഷെയർ കിട്ടുന്ന വ്യക്തിയായി മാറും എന്നുള്ളത് തീർച്ചയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായി മനസ്സിലാക്കുക. ഇവിടെ ഈ ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ റോഡ് മാപ്പിൽ പറഞ്ഞതുപോലെ റോയൽറ്റി ഇൻകം ലഭിക്കുന്ന വ്യക്തികളായി മാറുമെന്നുള്ളതാണ്. അതിന് നോർമൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നെങ്കിൽ റോയൽറ്റി എന്താണ്? ലോയൽ കസ്റ്റമർ ആണ്, അല്ലെ? ആജീവനാന്തം എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ എല്ലാ പ്രോഗ്രാമിലൂടെയും ലൈവായി നിന്നുകൊണ്ട് ആ പ്രൊജക്ടിന്റെ എല്ലാ ക്രൈറ്റീരിയയും മാച്ച് ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തികളാവാം. ഇവിടെ റോയാലിറ്റി എന്ന് പറയുന്ന ഒരു ഇൻകം കിട്ടണമെങ്കിൽ ഇവിടെ ഇതിന്റെ ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ഇതിന്റെ ടോട്ടൽ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ലെവലുകൾ ആക്ടിവേറ്റ് ചെയ്ത വ്യക്തിയായി മാറണം എന്നുള്ളതാണ്. ആ സമയത്ത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിനുള്ള ഓണർഷിപ്പ്, ജനസിസ് എന്ന് പറയുന്ന ഓണർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ശേഷം ഇതിലൂടെ 20% ഇതിന്റെ ഡെവലപ്പർ പൂളിലേക്കും അതേപോലെ ഇതിന്റെ റോയൽറ്റി സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്റ്റിലേക്കും മാറിയിരിക്കുന്ന വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ ആ വരുമാനം കിട്ടുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി സാധിക്കുള്ളൂ. നിങ്ങൾക്ക് 20% പൈനിയർ പൊസിഷനിൽ നിൽക്കുന്ന NFT റാങ്കിങ്ങിൽ കിട്ടുന്ന ഇൻകം നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 100 കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ആ 100 കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു 5 വ്യക്തികളെ നിങ്ങൾ 9 ലെവലിലുള്ള അല്ലെങ്കിൽ 9 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ 9 ഔട്ട്ലെറ്റുകൾ വാങ്ങിയ വ്യക്തികളെ പോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക? ഈ 5 ആൾക്കാരോട് എന്ത് ചെയ്യുക? ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അവരെ കൊണ്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിനും മാസാമാസം വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം കിട്ടുന്ന വ്യക്തികളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിനോടും ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് 9 ലെവൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ചോളം 9 ലെവലിലൂടെ എന്ത് കിട്ടുന്നുണ്ട്? ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്.
നിങ്ങളെ സംബന്ധിച്ചോളം ആ 9 ലെവലിൽ നിങ്ങൾ ലിങ്ക് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡെവലപ്പർ ഓട്ടോമാറ്റിക് ഇൻകം കിട്ടുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് അതിന്റെ വരുമാനം നമ്മൾക്ക് തന്നെ കിട്ടുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡെവലപ്പർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിന്റെ ക്രിപ്റ്റോ കറൻസി പോവുകയും നാളെ ഈ ക്രിപ്റ്റോ കറൻസി കൺട്രോൾ ചെയ്യുന്ന ഈ ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് വലിയൊരു ലെവലിലേക്ക് പോകും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്ടിനെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ നിങ്ങൾക്ക് R1 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള പൈനിയർ കാറ്റഗറിയില്ല അല്ലെങ്കിൽ പോട്ടെ 20% റോയൽ ഷെയർ കിട്ടുന്ന വ്യക്തികളായി നിങ്ങൾക്ക് മാറിയതുപോലെ നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാരെ നിങ്ങൾക്ക് അതേ രീതിയിലുള്ള 20% ഷെയർ വാങ്ങി കൊടുക്കുന്ന വ്യക്തികളായി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം എന്ത് ലഭിക്കും? 30% വിഷണറി പൊസിഷനിലുള്ള റെഫറൽ ഏർണിങ്സ് അല്ല, ഇതിന്റെ റോയൽറ്റി വരുമാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അവിടെ എന്താണ് വേണ്ടത്? നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാർക്ക് പൈനിയർ പൊസിഷനിലെ 20% ഷെയർ കിട്ടുന്ന വ്യക്തികളായി അദ്ദേഹത്തിന് മാറ്റി കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 30% റോയൽറ്റി കിട്ടുന്ന ഷെയർ കിട്ടുന്ന വ്യക്തികളായി നിങ്ങൾ മാറിക്കഴിഞ്ഞതുപോലെ നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാർക്ക് നിങ്ങൾ അതേ ഷെയർ വാങ്ങിക്കൊടുക്കുന്ന വ്യക്തികളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ടോപ്പസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന 50% ഷെയർ കിട്ടുന്ന വ്യക്തികളായി നിങ്ങൾ മാറുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് 50% കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50%-ന്റെയും 30%-ന്റെയും 20%-ന്റെയും ഒക്കെ ഷെയർ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന നിങ്ങളെ മാത്രം വിശ്വസിച്ച് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കും അതേ പോസ്റ്റിലുള്ള സാലറി നിങ്ങൾ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയുള്ള ഒരു ഇൻകം നിങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ ഒരു പ്രൊജക്ട് അദ്ദേഹത്തിന് കൊടുത്തതിന്റെ മാത്രം ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും? നിങ്ങളെ സ്തുതിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏർലി അഡോപ്ഷൻ ഈ സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് വെറും 6 മാസം ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റാണ് ഇത്. ഈ ബേബി ബോൺ അല്ലെങ്കിൽ ഈ 6 മാസത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിങ്ങൾ നിന്നവർക്ക് ഒരുപാട് ഏർണിങ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് യാതൊരു സ്റ്റോപ്പബിൾ ഒരു ബഗ്ഗിങ്ങോ ഒരു സ്റ്റോപ്പോ ഒരു ഷട്ട് ഡൗണോ ഒന്നും വരാതിരിക്കാൻ കാരണം ഇവിടെ വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റിലോട് റൺ ചെയ്യുന്ന അതുപോലെ പോളിംഗ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഈ ബിസിനസ്സിൽ ഡിജിറ്റൽ മേഖലയിൽ അതും ഇ കൊമേഴ്സിലൂടെ വരുമാനം നമ്മൾക്ക് നേടുന്നതിനേക്കാൾ കൂടുതൽ ഇ കൊമേഴ്സിന്റെ കാലഘട്ടം കഴിഞ്ഞു വന്നു. ആ ഇ കൊമേഴ്സിലൂടെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന വാല്യൂ ഡിജിറ്റൽ കറൻസി ആണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലൂടെ നിങ്ങൾ പേ ചെയ്യുന്നത് 1000 രൂപയാണെങ്കിൽ അത് ഡിജിറ്റൽ വാല്യൂ ആണ്. ആ ഡിജിറ്റൽ വാല്യൂ ഡിജിറ്റൽ കറൻസിയാണ്, ഇന്ത്യൻ മണിയാണ്. ആ മണി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടേക്ക് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇത് ഇന്റർനെറ്റിലേക്ക് എന്ത് ചെയ്യും? എല്ലാ പ്രൊജക്റ്റും എല്ലാ ഇ കൊമേഴ്സും ഇന്റർനെറ്റ് ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. ആ ഇന്റർനെറ്റിന്റെ അടുത്ത വേർഷൻ ആയിരിക്കുന്ന Web3 എന്ന് പറഞ്ഞ ടെക്നോളജിയിലേക്ക് അവർ കണക്ട് ചെയ്യാൻ നിർബന്ധിതരായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവർക്ക് പിന്നീട് എന്ത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല? സാധാരണ പേപ്പർ കറൻസികൾ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോ ആക്സെപ്റ്റ് ചെയ്യാത്ത പേപ്പർ കറൻസികൾ നാളെ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യാത്ത അവസ്ഥയിലാവും. ഇന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഗൂഗിൾ പേയ്മെന്റ് നാളെ ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലാവും. കാരണം Web3 എന്ന് പറയുന്ന ടെക്നോളജിയിൽ അവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസികളാണ് യൂസ് ചെയ്യുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊജക്ടിന്റെ ഫസ്റ്റ് ഭാഗമായി നിങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരുപാട് അഡ്വാൻറ്റേജ് ഒരുപാട് വരുമാനങ്ങൾ നേടാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് കോയിൻഫോർജ് എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം. ഇവിടെ മാസീവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വരുമാനത്തിന്റെ സ്രോതസ്സുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. ഒരു വ്യക്തിയും എന്തില്ല ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല. ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡെവലപ്പർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്റർനെറ്റിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടതോടുകൂടി അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞാലും ഈ പ്രൊജക്ട് ലൈവായിട്ട് റൺ ചെയ്യും. 24 മണിക്കൂറും നിങ്ങൾ ഈ സിസ്റ്റത്തിന് മുന്നേ നിന്ന് കഴിഞ്ഞാലും രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഈ പ്രൊജക്ട് ഷട്ട് ഡൗൺ ആകുന്നില്ല, അല്ലേ? അപ്പോൾ സെൻട്രലൈസ്ഡ് കൺസെപ്റ്റിലെ പോലെയല്ല ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നാളെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് ബാലൻസ് ഇന്ന് കാണുന്ന 1 പൂജ്യത്തിലാണോ അല്ലെ 2 പൂജ്യത്തിലാണോ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. നാളെ ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ ബാങ്ക് ബാലൻസ് വേണം എന്ന് ചിന്തിക്കുന്നവർ ഇന്ന് ഈ പ്രൊജക്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഏർണിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് ഇതിന്റെ പാസീവ് ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തികളായി മാറും. നോ റിസ്ക് മാനിപ്പുലേഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഇത് സ്റ്റോപ്പ് ചെയ്യാനോ ഷട്ട് ഡൗൺ ചെയ്യാനോ പറ്റില്ല എന്നുള്ള 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ റൈറ്റ് പ്ലേസ് ആണ് ഇത്. നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു റൈറ്റ് പ്ലാറ്റ്ഫോം ആണ് അല്ലെങ്കിൽ റൈറ്റ് ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് ഇത് കോയിൻഫോർജ് എന്ന് പറയുന്നത്. സോ ഇത്രയും സമയം ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് ഇതിൽ കയറി നിൽക്ക്, ഇതിന്റെ കറൻസി നീ വാങ്ങി വെക്ക് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇതിലേക്ക് കയറി നിൽക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ
തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ടിന്റെ നോളജ് ആയിരിക്കാണോ ഉള്ളത് അദ്ദേഹത്തിനോട് ഇത് ചോദിച്ച് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യാം, ഈ ഓൺ ദി സ്പോട്ട് ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് കേട്ട സമയം മുതൽ അങ്ങോട്ടേക്ക് ഒരു തീരുമാനം എടുക്കാം. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് ഉണ്ടാകാൻ വേണ്ടി വേറെ ഒരുത്തൻ വന്ന് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യില്ല. നിങ്ങൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ ബാക്കിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഏതൊരു ബിസിനസ് പേഴ്സൺസിനും പ്രാരാബ്ദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു ഗേറ്റ്, ഒരു ഗോള്, ആ ഗോള് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും സാധിക്കുള്ളൂ. ആ ഗേറ്റിലൂടെ നിങ്ങൾക്ക് കടന്നു ചെല്ലണമെന്നെങ്കിൽ നിങ്ങൾ ബാക്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെ പിടിച്ചു വലിക്കുന്ന പ്രാരാബ്ദങ്ങൾ ഉണ്ടാകുമെങ്കിൽ മാത്രമേ നാളെ നിങ്ങൾക്ക് ഒരു ബില്യണറായിട്ടും ഒരു ട്രില്യണറായിട്ടും ഒരു വലിയൊരു കൊടീശ്വരനായിട്ടും മാറാൻ വേണ്ടി പറ്റുമെന്നുള്ള യാതൊരു സംശയമില്ല. സോ എന്റെ വാക്കുകൾ ശ്രവിച്ചിരിക്കുന്ന ഈ എംപവറിന്റെ ഇന്നത്തെ മീറ്റിംഗിൽ കയറി നിന്നിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു രീതിയിൽ താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. സോ ബാക്ക് ടു MC ഹനീഫ. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് സാധാരണ വരുന്ന പോലെ തന്നെ ഇവിടെ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരൊറ്റ റിക്വസ്റ്റ്